വയനാട് മേപ്പാടി എരുമക്കൊല്ലിയിൽ പൂളക്കുന്ന് സ്വദേശി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തുന്നതിനായുള്ള വനം വകുപ്പ് ദൗത്യം ആരംഭിച്ചു. 3 ആനകളെയാണ് വനത്തിലേക്ക് തുരത്താനുള്ളത്. RRT സംഘത്തിന് പുറമെ മുത്തങ്ങയിൽ നിന്നെത്തിയ ഉണ്ണികൃഷ്ണൻ, വിക്രം എന്നീ കുങ്കി ആനകളും പരിശോധന നടത്തുകയാണ്. കുങ്കി ആനകൾ ഉപയോഗിച്ച് തുരത്താനുള്ള ശ്രമം പരാജയപ്പെട്ടാൽ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ്. ആഷിഖ്, വലിയ ആശങ്കയുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യ വികസനം പോലും ഇല്ലാത്ത വയനാട്ടിലെ അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് ഇപ്പോഴും അത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ആഷിഖുമായി സംസാരിച്ചപ്പോൾ പ്രേക്ഷകർ കണ്ടതാണ്. ഇന്നിപ്പോൾ ഈ ദൗത്യം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഈ കുങ്കി ആനകൾ ഉപയോഗിച്ചുള്ള ദൗത്യം മറ്റാനകളെ, കാട്ടാനകളെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചോ? ബിനില് പറഞ്ഞതുപോലെ തന്നെ കുങ്കിയാനകൾ ഉപയോഗിച്ചുള്ള ദൗത്യം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം ഈ കാട്ടാനാക്രമണത്തിൽ ഈ അറുമുഖൻ കൊല്ലപ്പെട്ട പിന്നാലെ വലിയ പ്രതിഷേധം ഉയർന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം പരിഗണിച്ച് മയക്കുവെടി വെക്കാൻ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ ആ മയക്കുവെടി വെക്കുന്നതിന് മുമ്പ് കുറച്ച് നടപടിക്രമങ്ങൾ നമുക്ക് പൂർത്തീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമൊന്ന്, പരിശോധന നടത്തിയ ശേഷം കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം മയക്കുവെടി വെക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 7 മണിയോടെ തന്നെ RRT സംഘം ഈ പൂളക്കുന്ന് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ ചെന്ന് എത്തി പരിശോധന നടത്തി. ഇന്നലെ രാത്രിയും കാട്ടാന എത്തിയിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയായിരുന്നു ഇന്ന് രാവിലെ എത്തി ഒരു പരിശോധന നടത്തിയത്. തുടർന്ന് ഈ ആന കൃഷി നശിപ്പിച്ചതെല്ലാം അവർ പരിശോധിച്ച ശേഷം കാട്ടാന ഇവിടെ തന്നെ ഉണ്ട് എന്നൊരു കാര്യം സ്ഥിരീകരിച്ചു. തുടർന്ന് 2 സംഘങ്ങളെ പലയിടങ്ങളിലായി വിന്യസിച്ചുകൊണ്ട് കാട്ടാനയെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി. അതിനെ തുടർന്ന് ഇന്ന് കടൂർ മേഖലയിൽ കാട്ടാനയെ കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് 2 കുങ്കിയാനകളെ, വിക്രമനെയും ഉണ്ണികൃഷ്ണനെയും അവിടേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ശേഷം അവിടെ കാട്ടിനുള്ളിൽ കയറി പരിശോധന നടത്തും. എന്തായാലും വലിയ പരിശോധനയാണ് വ്യാപകമായി നടക്കുന്നത്. പൂളക്കുന്ന് മേഖലയിൽ ഇന്നലെ വീണ്ടും കാട്ടാനെത്തിയതിനെ തുടർന്ന് രാവിലെ RRT സംഘം പരിശോധന നടത്തിയിരുന്നു. തുടർന്നാണ് ഇന്ന് വീണ്ടും 2 സംഘങ്ങൾ, അതായത് ഈ കാട്ടാനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുന്നത്. പക്ഷേ പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത്, ഒന്ന്, ഈ പ്രദേശത്തിന്റെ ഒരു പ്രശ്നമാണ്. അത് ചെങ്കുത്തായ മേഖലയാണ് എന്നുള്ളതും 2 തേയിലത്തോട്ടമാണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഒന്നിൽ കൂടുതൽ ആനകൾ ഉണ്ട് എന്നുള്ളത് ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ ഏത് കാട്ടാനയാണെന്ന കാര്യത്തിൽ ഏകദേശം വനംവകുപ്പിന് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ആ കാട്ടാനയാണ് എന്ന കാര്യത്തിൽ ഉറപ്പ് ലഭിക്കണം. അതേസമയം തന്നെ കാട്ടാനെ ലൊക്കേറ്റ് ചെയ്യാനും കഴിയണം, അല്ലെങ്കിൽ കാട്ടാനെ കാട്ടിൽ തുരത്താൻ കഴിയണം. തുടർന്ന് അതിനുവേണ്ടിയാണ് ഇന്ന് കുങ്കിയാനകളെ എത്തിച്ച് തന്നെ ഒരു പരിശോധന നടത്തുന്നത്. തുടർന്ന് കാട്ടാനെ പൂർണ്ണമായും കാട്ടിനുള്ളിലേക്ക് തുരത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാണ് മയക്കുവെടി വെക്കുക. അതൊരു പക്ഷേ ഇന്നോ നാളെയുള്ള പരിശോധനയ്ക്ക് ശേഷം പൂർണ്ണമായി നടക്കുന്നില്ല. കാട്ടാനെ ഇവിടെ തന്നെ തുടരുന്നു, അത് ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു എന്ന് മനസ്സിലാക്കിയാലാണ് ഒരു പക്ഷേ കാട്ടാനെ മയക്കുവെടി വെക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുക. അതൊരു പക്ഷേ നാളേക്ക് ശേഷമായിരിക്കും തീരുമാനം ഉണ്ടാകും എന്നാണ് അറിയിക്കുന്നത്. എന്തായാലും വനവകുപ്പിന്റെ 2 സംഘങ്ങൾ വലിയ രീതിയിൽ പരിശോധന നടത്തുന്നുണ്ട്. RRT സംഘമെല്ലാം ഇവിടെ സജീവമാണ്. അതേസമയം തന്നെ പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് ഒരു പരിഹാരം അത്തരത്തിലായിട്ടില്ല. കാരണം ഇന്നലെയും കാട്ടാന വന്നു, കൃഷി നശിപ്പിച്ചു. പലരുടെയും ഇന്നലെ ഒരാൾ ഈ കാട്ടാന മുമ്പിൽ പെട്ട് ഒരു അപകടാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതാണ് നാട്ടുകാരെയും ആശങ്കയിലാക്കുന്നത്. അതേസമയം തന്നെ വനംവകുപ്പും ഈ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ ഒരു ഭീതി നിലവിൽ അവസാനിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഈ സമയത്ത് ഇവിടെ നിന്ന് നൽകാനുള്ള വിവരം. ബിനിൽ. ഓക്കെ, താങ്ക് യു. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ഉണ്ണികൃഷ്ണനും വിക്രവും മുത്തങ്ങ ആനപ്പന്തിയിലെ വനംവകുപ്പിന് കീഴിലുള്ള 2 കുങ്കി ആനകൾ, ആ കാട്ടാനകളെ തുരത്താനായി എത്തിയിട്ടുള്ള അവരുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പ്രേക്ഷകർ കാണുന്നത്. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ആശങ്കയിലാണ് ഒരു നാട്. ആശങ്ക പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്.